തേപ്പുകാരി എന്ന് ഓർമ്മ വരുമ്പോൾ ആദ്യം നമ്മുടെ മനസ്സിൽ വരുന്നത് സ്വാസികയാണ്. അവർ പണ്ടൊരു സിനിമയിൽ അങ്ങനെ അഭിനയിച്ചിട്ടുണ്ടല്ലോ, അതെ, തേപ്പുകാരിയെ. പിന്നീട് അത് വലിയ രീതിയിലായിരുന്നു വളർച്ച. കോൺസെപ്റ്റിലൊക്കെ വിശ്വസിക്കുന്നുണ്ടോ ശ്രീജിത്ത്? തേപ്പുകാരി ഇല്ല തേപ്പ് കിട്ടിയിട്ടുണ്ടോ? ഇല്ല. പിന്നെ എന്തായാലും വലിയ രീതിയിലുള്ള വളർച്ച നേടാൻ കഴിഞ്ഞിട്ടുള്ള ഒരു നടിയാണത് സ്വാസിക. അതോടൊപ്പം നല്ല മികച്ച നർത്തകിയാണ്. ഇപ്പോൾ സ്വാസികയ്ക്കെതിരെ തുറന്നടിച്ചിരിക്കുകയാണ് ആ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന് പിന്നാലെ പീഡന പരാതിയുമായി രംഗത്തെത്തിയ ആ ഇര ഈ സ്വാസികയ്ക്കെതിരെ രംഗത്തെത്തിയിരിക്കുകയാണ്. അതിന് കാര്യം എന്താണ്? കഴിഞ്ഞ ദിവസം നമ്മൾ ചർച്ച ചെയ്തല്ലോ, മുകേഷും ജയസൂര്യയും അവർക്കെതിരെ പീഡന പരാതി ഉന്നയിച്ച നടിമാർ ആ കേസ് പിൻവലിക്കുന്നു എന്ന് നമ്മൾ ചർച്ച ചെയ്തു. കാരണം അവർക്ക് ഗവൺമെൻറ്റിൻ്റെ പിന്തുണ കിട്ടുന്നില്ല എന്നാണ് പറഞ്ഞത്. ഇതിൽ മുകേഷിൻ്റെ കേസിൽ പീഡന പരാതി കൊടുത്ത നടി, ആ പീഡന പരാതി കൊടുത്ത നടി ഇപ്പോൾ പൊട്ടിത്തെറിച്ചുകൊണ്ട് രംഗത്തെത്തിയിരിക്കുകയാണ്. അവർ പറയുന്നത് ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തുനിന്ന് പിന്തുണ ലഭിക്കുന്നില്ല, അത് ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് എന്താണ്, ഞാനത് പൂർണ്ണമായിട്ടും പിൻവലിച്ചിട്ടില്ല എന്നാണ് പറയുന്നത്. കേസ് പൂർണ്ണമായിട്ടും ഞാനത് പിൻവലിച്ചിട്ടില്ല. പോരാത്തതിന് സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് യാതൊരു സഹായവും ലഭിക്കുന്നില്ല എന്ന് അവർ പറയുമ്പോഴും അവരെ ദ്രോഹിക്കുന്നുണ്ടെന്ന് അവർ പറയുന്നുണ്ട്. അങ്ങനെ അവർ പറയുന്നുണ്ട്. അവരുടെ എക്സാക്റ്റ് വാക്കുകളിലേക്ക് നമുക്കൊന്ന് പോവാം. നമ്മളായിട്ട് ഇനി എന്തെങ്കിലും എക്സാജറേറ്റ് ചെയ്ത് പറയുന്നു എന്ന് വേണ്ട. 15 വർഷം മുമ്പ് നടന്ന സംഭവത്തിലാണ് ഞാൻ കേസ് കൊടുത്തത് എന്നാണ് ആ നടി പറയുന്നത്. അന്ന് എനിക്ക് പരാതിയുമായി രംഗത്തെത്താൻ കഴിയാത്ത സാഹചര്യമായിരുന്നു. അതുകൊണ്ട് കേരളം വിട്ടു പോവുകയായിരുന്നു. അടുത്തിടെയാണ് നാട്ടിലെത്തിയത്. സിനിമ പഴയ അവസ്ഥയാണെന്ന് അപ്പോഴാണ് മനസ്സിലായത്. അങ്ങനെ കേസുമായി മുന്നോട്ട് വരികയായിരുന്നു. മുന്നോട്ട് പോയപ്പോഴാണ് എനിക്കെതിരെ പോക്സോ കേസ് ചുമത്തിയത്. ഈ നടിക്കെതിരെ ഒരു പോക്സോ കേസ് ചുമത്തിയിട്ടുണ്ടായിരുന്നു. ആ നടിയുടെ തന്നെ ബന്ധുവായിട്ടുള്ള ഒരു പെൺകുട്ടിയെ മറ്റൊരാൾക്ക് കാഴ്ചവെച്ചു എന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു പോക്സോ കേസ് വന്നിരുന്നത്. പിന്നീട് ആ കേസിനെക്കുറിച്ച് മറ്റു വിവരങ്ങളൊന്നും അറിയാൻ സാധിച്ചില്ല. ഞാൻ കേസിൻ്റെ വിവരങ്ങൾ അറിയാൻ മൂവാറ്റുപുഴ സ്റ്റേഷനിൽ വിളിച്ചു. അവിടെ നിന്ന് എനിക്ക് യാതൊരു പ്രതികരണങ്ങളും ലഭിച്ചില്ല. അങ്ങനെ നെടുമ്പാശ്ശേരി പോലീസ് സ്റ്റേഷനിലും പരാതി നൽകി. അവിടെ നിന്നും പ്രതികരണങ്ങൾ ലഭിച്ചില്ല എന്നാണ് നടി പ്രാഥമികമായിട്ട് പറയുന്നത്. 15 വർഷം മുമ്പ് ഈ സംഭവം നടന്നിട്ടും ഈ നടിക്ക് ഇതുമായിട്ട് രംഗത്തെത്താനായിട്ട് കഴിഞ്ഞില്ല എന്നാണ് പറയുന്നത്. ഇപ്പം മുകേഷിൻ്റെ കേസ് എടുക്കുകയാണെങ്കിൽ മുകേഷിനെതിരെ ഈ ഒരു നടി മാത്രമല്ല ആരോപണമായിട്ട് രംഗത്തെത്തിയത്. പണ്ട് നിങ്ങൾക്കുമാകാം കോടീശ്വരൻ എന്ന് പറഞ്ഞൊരു പരിപാടിയിൽ മുകേഷ് ഒരു അവതാരികയല്ല, അതിൻ്റെ കോർഡിനേറ്ററോ എന്തോ ആണ്, പേര് വിട്ടുപോയി, അവരെ മുകേഷിൻ്റെ റൂമിൻ്റെ അടുത്ത് നിർബന്ധപൂർവ്വം കണ്ണിങ്ങോടുകൂടി കൊണ്ട് താമസിപ്പിക്കുകയും രാത്രി നിരന്തരം അവരെ ഫോൺ വിളിച്ച് ശല്യപ്പെടുത്തുകയും ചെയ്തു എന്ന് പറഞ്ഞ ആ നടിയൻ ആ കോർഡിനേറ്ററാണെന്ന് തോന്നുന്നത് രംഗത്തെത്തിയിട്ടുണ്ട്. അവരത് പിന്നെ ബന്ധപ്പെട്ടവരെ അറിയിക്കുകയും അവർ ഇവരെ ടിക്കറ്റും കാര്യങ്ങളൊക്കെ കൊടുത്ത് പറഞ്ഞയച്ചു എന്നാണ് അറിയാനും സാധിക്കുന്നത്. അപ്പോൾ ഇത് മുകേഷിൻ്റെ കേസിൽ വരുന്ന ആദ്യത്തെ സംഭവമല്ല. മുകേഷിൻ്റെ കേസിൽ ജനങ്ങൾക്കും വളരെ വലിയ ഞെട്ടലൊന്നുമില്ല ഈ സംഭവമായി. ജയസൂര്യയുടെ സംഭവം വന്നപ്പോൾ ജനങ്ങൾ ഞെട്ടലില്ലായിരുന്നു. പക്ഷെ മുകേഷിനെ എന്തായാലും ജനങ്ങൾ അത്തരത്തിൽ തന്നെ കാണുന്നതായാണ് എനിക്ക് തോന്നുന്നത്. ഒരു ഞെട്ടലില്ലായിരുന്നു ആ സംഭവം. അത് കറക്റ്റാണ്. കാരണം എല്ലാ സിനിമകളിലും മുകേഷിൻ്റെ ക്യാരക്ടർ എങ്ങനെയാണോ അതുപോലെ തന്നെയാണ് മുകേഷ് ജീവിതത്തിൽ ഉടായിപ്പ്. അങ്ങനെയാണ് മുകേഷ്. അപ്പോൾ പിന്നെ അവർ പറയുന്നത് അതുകൊണ്ടാണ് SP-ക്കും DGP-ക്കും മുഖ്യമന്ത്രിക്കും ഒടുവിൽ പ്രധാനമന്ത്രിക്കും പരാതി നൽകിയത്. പോക്സോ കേസിൻ്റെ പേരിൽ എൻ്റെ കുടുംബത്തെയും മക്കളെയും സോഷ്യൽ മീഡിയയിലൂടെ നന്നായി ആക്രമിച്ചു. എൻ്റെ പേരിൽ വന്ന കള്ളക്കേസ് തെളിയിക്കണം. ഇനിയും പെൺകുട്ടികൾക്ക് ഇത്തരത്തിൽ അവസ്ഥ ഉണ്ടാകരുത് എന്ന് ഞാൻ കരുതിയാണ് ഞാൻ രംഗത്തെത്തിയത്. ഞാൻ തെറ്റ് ചെയ്തിരുന്നുവെങ്കിൽ ഇത്തരത്തിൽ പരാതിയുമായി വരില്ലായിരുന്നു എന്ന് അവർ പറയുന്നുണ്ട്. എനിക്കെതിരെ കള്ളക്കേസുമായി എത്തിയ പെൺകുട്ടിക്ക് തക്കതായ ശിക്ഷ ലഭിക്കണം. ഇല്ലെങ്കിൽ കേസ് തെളിയിച്ചില്ലെങ്കിൽ എൻ്റെ തല വെട്ടാൻ ഞാൻ റെഡിയാണ് എന്നൊക്കെയാണ് അവർ പറയുന്നത്. ഇവർ ഈ കേസുമായി ബന്ധപ്പെട്ട മാധ്യമങ്ങളിൽ തന്നെ വന്നിരുന്ന് നടത്തിയ പ്രവർത്തനങ്ങൾ നമ്മൾ കണ്ടതാണ്. ഈ സ്ത്രീ മാധ്യമങ്ങൾ വന്നിരുന്ന് ഇവൻ്റെ മുഖം കാണിക്കാൻ പറ്റില്ല, നിങ്ങൾ ഇരയാണെന്ന് പറഞ്ഞപ്പോൾ എങ്കിൽ പിന്നെ ഞാൻ ചർച്ചയ്ക്ക് ഇരിക്കുന്നില്ല എന്ന് പറഞ്ഞ് ഇറങ്ങിപ്പോയ ഒരു സ്ത്രീയാണ്. പോരാത്തതിന് മുകേഷിനെതിരെ ഞാൻ ഉന്നയിച്ച ആരോപണങ്ങൾക്ക് എനിക്ക് തെളിവില്ല, മുകേഷ് തെളിയിക്കട്ടെ എന്ന് പറഞ്ഞ സ്ത്രീയാണ് ഇവർ. പിന്നെ അവർ പറയുന്നു എനിക്കെതിരെ കേസ് കൊടുക്കാൻ പരാതിക്കാരിക്ക് ആരോ പണം കൊടുത്തിട്ടുണ്ട്, ഞാനൊരു ഡ്രൈവറിനെ കൊന്നിട്ടുണ്ടെന്ന് പെൺകുട്ടി പറയുന്നുണ്ട്. അതൊന്നും പോലീസ് അന്വേഷിക്കാത്തത് എന്താണ്? പ്രമുഖ നടന്മാർക്കെതിരെ പരാതി ഉന്നയിച്ചതോടെ എന്നെ എല്ലാവരും ഒറ്റപ്പെടുത്തി. കഴിഞ്ഞ ദിവസം പരാതി പിൻവലിച്ചതോടെ പല തരത്തിലുള്ള ആക്ഷേപങ്ങളും ഉയർന്നു. നടന്മാർക്കെതിരെ പരാതി ഉതിർത്തപ്പോൾ ഭീഷണി കോൾ വന്നിട്ടുണ്ട്. അങ്ങനെ പേടിക്കുന്ന വ്യക്തിയല്ല ഞാൻ. അവർക്കെതിരെ പരാതി ഉന്നയിച്ചിട്ടുണ്ടെങ്കിൽ തെളിവുകളെല്ലാം ഞാൻ പോലീസിന് നൽകിയിട്ടുണ്ട്. എനിക്ക് 25 ലക്ഷം തരാമെന്ന് നടൻ പറഞ്ഞുവെന്നും ഈ നടി പറയുന്നുണ്ട്. സാധാരണ ജനങ്ങളെല്ലാം എൻ്റെ കൂടെ ഉണ്ടായിരുന്നു. എന്തിനും തയ്യാറായി നിൽക്കുന്ന സ്വാസികയെ പോലുള്ളവർ എനിക്കെതിരെ നിന്നു. ഇവിടെയാണ് ആ പരാമർശം വരുന്നത്. സ്വാസിക സിനിമയിൽ എന്തിനും തയ്യാറായി നിൽക്കുന്ന ഒരു സ്ത്രീയാണ് എന്നാണ് ഇവർ പറയുന്നത്. ഇവർ വന്നു നിൽക്കുന്നത് എന്തിനാണ്?
ഇവർ സ്ത്രീകളുടെ ഉന്നമനത്തിനും സ്ത്രീകൾ ഇനി ഇത്തരത്തിലുള്ള കാര്യങ്ങളിൽ ഏർപ്പെടാതിരിക്കാനും എന്ന് പെട്ടുപോകാതിരിക്കാനും പിന്നെ സ്ത്രീകളുടെ എന്താണ് മാനാഭിമാനം സംരക്ഷിക്കാനും എന്ന് പറഞ്ഞിട്ട് ഇവർ വേറൊരു സ്ത്രീയെ നോക്കി പറയുകയാണ് സ്വാസികയെ പോലുള്ള നടിമാർ എന്തിനും തയ്യാറായി സിനിമയിൽ നിൽക്കുകയാണ് എന്നാണ് പറയുന്നത്. പോരാതെ തന്നെ കാശിന് വേണ്ടിയാണ് ഞാൻ അത്തരത്തിൽ ചെയ്തതെന്ന് അവർ പറഞ്ഞു. സ്വാസിക പറഞ്ഞു, സ്വാസികയുടെ നിലപാടാണ് ഞാൻ സ്വീകരിച്ചതെങ്കിൽ എനിക്കും മലയാള സിനിമയിൽ പിടിച്ചു നിൽക്കാമായിരുന്നു എന്ന് പറയുന്നു. അതായത് കാശിന് വേണ്ടി സ്വാസികയെ പോലെയുള്ള ആൾക്കാരുടെ നിലപാട് എന്തിനും തയ്യാറായി നിൽക്കുന്ന സ്വാസിക, ആ നിലപാട് ഞാൻ സ്വീകരിച്ചിരുന്നുവെങ്കിൽ എനിക്ക് മലയാള സിനിമയിൽ പിടിച്ചു നിൽക്കാവുന്ന അത്യധികം അധിക്ഷേപകരമായിട്ടുള്ള ഒരു കമൻ്റാണ് ഇവരിവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. പിന്നീട് ഇവർ പറയുന്നു, ജയസൂര്യയും മുകേഷും അങ്ങനെ ചെയ്യില്ലെന്ന് സ്വാസികയ്ക്ക് എങ്ങനെ അറിയാം? ആ അവസ്ഥയിലൂടെ കടന്നുപോയത് ഞാനാണ്. അവർ എങ്ങനെയാണ് സിനിമയിൽ എത്തിയതെന്ന് പരിശോധിച്ച് നോക്കുമെന്ന്. അത് സ്വാസിക എങ്ങനെയാണ് സിനിമയിൽ എത്തിയതെന്ന് പരിശോധിച്ച് നോക്കുമെന്ന് പറയുകയാണ് ഇവർ. സ്വാസിക ഒരു സീരിയൽ നടിയായിരുന്നു. ഞാൻ കാശിന് വേണ്ടി ഒരു പരിഹാരത്തിനും അഡ്ജസ്റ്റ്മെൻറ്റിനും പോയിട്ടില്ല. കാശിന് വേണ്ടി സ്വാസിക പോകുന്ന പോലെ എനിക്കും പോകാം എന്നാണ് അവർ പറയുന്നത്. പോക്സോ കേസിൽ കൃത്യമായ അന്വേഷണം നടന്നാൽ നടന്മാർക്കെതിരെയുള്ള പരാതിയുമായി മുന്നോട്ട് പോകും എന്നും ഈ നടി പറയുകയാണ്. അപ്പോൾ സ്വാസികയെക്കുറിച്ച് ഇവർ പറയുന്ന സ്വാസിക സീരിയൽ നടിയായിരുന്നു. സ്വാസിക പിന്നീട് സീരിയലിൽ നിന്ന് സിനിമയിലേക്ക് എത്തിയത് കാസ്റ്റിംഗ് കൗച്ച് വഴിയാണ്. ഞാൻ കുറച്ച് ഇതായിട്ട് പറഞ്ഞതേ എന്നാണ് പറയുന്നത്. അതായത് കാശിന് വേണ്ടി എന്തും ചെയ്യുന്ന ഒരു സ്ത്രീയാണ് സ്വാസിക എന്നാണ് ഇവർ പറയുന്നത്. അത്യധികം അധിക്ഷേപകരമായിട്ടുള്ള ഒരു പരാമർശമാണ് സ്വാസികയ്ക്കെതിരെ നടത്തിയിരിക്കുന്നത്. സ്വാസികയെ നമ്മുടെ വിവാഹം ചെയ്തിരിക്കുന്നത് നമ്മുടെ IPS കാരനായിട്ടുള്ള നമ്മുടെ ജേക്കബ് തോമസിൻ്റെ മകനായിട്ടുള്ള വ്യക്തിയാണ് സ്വാസികയെ വിവാഹം ചെയ്തിരിക്കുന്നത്. അപ്പോൾ സ്വാസിക അങ്ങനെ ഒരു കുടുംബജീവിതം നയിച്ചു കൊണ്ടുപോകുന്നൊരു സ്ത്രീയാണ്. സ്വാസിക ഇതിനും ഇപ്പം മാത്രമല്ല, നേരത്തെയും പലതരത്തിലുള്ള സദാചാര ആക്രമണങ്ങൾക്ക് വിധേയമായിട്ടുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അത് ഭർത്താവ് കഴിച്ച പ്ലേറ്റ് ഞാൻ കഴുകി വെക്കണമെന്ന് വാശി പിടിക്കുമ്പോൾ അതിലെന്താണ് തെറ്റ് എന്ന് അത് അവരുടെ ചോയ്സാണ്. അവർ പറയുന്നു എനിക്ക് കഴുകി വെക്കണമെന്ന്. മനസ്സിലായി? ഇപ്പോൾ വേറെ കുറേ ആൾക്കാർ ഭർത്താവിൻ്റെ കാല് തൊട്ട് വണങ്ങണം, അതൊക്കെ ഓരോ സ്ത്രീകളുടെ ചോയ്സാണ്. അത് സ്ത്രീകൾ ചെയ്യുകയോ ചെയ്യാതിരിക്കുകയോ ചെയ്യട്ടെ. ഇവിടെ എത്രയോ ഭർത്താക്കന്മാർ സ്ത്രീകൾക്ക് രാവിലെ എഴുന്നേറ്റ ഭാര്യമാർക്ക് ചായ ഇട്ട് കൊടുക്കുന്നുണ്ട്. അത് അവരുടെ ചോയ്സാണ്. പുരുഷന്മാർ ആരെങ്കിലും പറയുന്നുണ്ടോ എടാ പൗരുഷമില്ലാത്തവനെ എന്ന് പറയുന്നുണ്ടോ? അങ്ങനെ പറയുന്നില്ലല്ലോ ആരും. അത് അവരുടെ ചോയ്സാണ്, നല്ല കാര്യം എന്നാണ് പറയുന്നത്. ഇത് ഇവരുടെ ചോയ്സാണ്, നല്ല കാര്യം. നിങ്ങൾ ഫെമിനിസ്റ്റ് ആയിട്ടുള്ള ആൾക്കാർ പുരുഷൻ്റെ മണ്ടേ കയറാനും ചെവി തിന്നാനും ഇരിക്കുന്നെങ്കിൽ നിങ്ങളുടെ ചോയ്സാണ്, നിങ്ങളുടെ കാര്യം. അത് നിങ്ങളുടെ ഇടയിൽ നിൽക്കണം. പക്ഷേ നിങ്ങളത് ബാക്കിയുള്ളവരുടെ തലയിലോട്ട് അടിച്ചേൽപ്പിക്കരുതെന്നാണ് എല്ലാവരും പറയുന്നത്. നിങ്ങളത് ചെയ്തോളൂ, അത് ഞങ്ങൾക്ക് യാതൊരു വിരോധവുമില്ല. പക്ഷേ അത് ബാക്കിയുള്ളവരുടെ തലയിൽ. അതേസമയം ഈ ഫെമിനിസ്റ്റുകളായിട്ടുള്ള ആൾക്കാരെ യഥാർത്ഥത്തിലുള്ള സ്ത്രീകൾ പീഡനം നടന്ന സ്ഥലത്ത് കാണാനും. അതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ. ഇപ്പോൾ പുരുഷൻ കഞ്ചാവ് വലിക്കണമെങ്കിൽ എനിക്കും റോഡിൽ കഞ്ചാവ് വലിക്കണം, എനിക്കും മദ്യപിച്ച് ഓടയിൽ കിടന്നുറങ്ങണം എന്ന് പറയാനുള്ള ഒരു ആ റൈറ്റിന് വേണ്ടി പോരാടുന്ന ഫെമിനിസ്റ്റുകളെ ഞാൻ കണ്ടിട്ടുള്ളൂ. അങ്ങനെയുള്ളവർ സ്യൂഡോ ഫെമിനിസ്റ്റുകളാണെന്നാണ് പറയുന്നത്. യഥാർത്ഥ ഫെമിനിസ്റ്റുകളല്ല അവർ. അതുപോലെ സ്വാസികയ്ക്ക് അങ്ങനെ ചെയ്യണമെങ്കിൽ അവർ ചെയ്തോട്ടെന്നേ, അതിന് നിങ്ങൾക്ക് എന്താ പ്രശ്നം എന്നുള്ളൊരു ചോദ്യം അവിടെ നിലനിൽക്കുന്നുണ്ട്. സ്വാസികയെ കൊണ്ട് നിർബന്ധിച്ചാണോ ചെയ്യിക്കുന്നത് എങ്കിൽ നിങ്ങൾ ഇടപെടും, പ്രശ്നം തീർന്നല്ലോ. സ്വാസിക പറയുന്നു എന്നെക്കൊണ്ട് നിർബന്ധിച്ചല്ല ചെയ്യിക്കുന്നു, അത് ഞങ്ങൾ അങ്ങനെയല്ല വരുന്നത്. ഇപ്പോൾ ഉദാഹരണത്തിന് ഞാൻ വേറൊരു കാര്യം പറയാം. ഈ ഇറാൻ എന്ന് പറയുന്ന രാജ്യത്ത് തലയിൽ തട്ടമിടുക എന്ന് പറഞ്ഞൊരു ആചാരമുണ്ട്. ആ തട്ടമിടാത്ത സ്ത്രീകളെ എന്ത് ചെയ്യുന്നു, മാനസികാരോഗ്യത്തിന് ക്ലിനിക്കിൽ കൊണ്ടുപോയി ചികിത്സിക്കണം എന്നാണ് അവിടെയുള്ള പുരുഷ മേധാവിത്വ മതമൗലികവാദികൾ പറയുന്നത്. അവിടെ നിങ്ങൾ ഇടപെടാത്തെന്താ? മനസ്സിലായില്ലേ? അവിടെ നിങ്ങൾ ഇടപെടും. അതൊക്കെയാണ് നിങ്ങളുടെ ഇടപെടൽ വേണ്ട സ്ഥലങ്ങളെന്ന് പറയുന്നത്. അങ്ങനെ ഒരു സ്ത്രീയെ അവിടെ ഒരു സ്ത്രീയെ മഹിസാമേനി എന്ന് പറഞ്ഞ സ്ത്രീയെ പച്ചയ്ക്ക് കത്തിച്ച് കളഞ്ഞു തട്ടമിടാത്തതുകൊണ്ട്. പിന്നെ വേറൊരു സ്ത്രീയെ യൂണിവേഴ്സിറ്റിയിലാണെങ്കിൽ അവർ പ്രതിഷേധത്തിൻ്റെ ഭാഗമായിട്ട് അടിവസ്ത്രം മാത്രം ഇട്ട് പ്രതിഷേധിക്കുന്ന ഒരു സാഹചര്യം ഇവിടെ. ഇതൊന്നും അഡ്രസ്സ് ചെയ്യില്ല. സ്വാസികയുടെ അടുക്കളയെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് ഇവിടെ കുറേ ഫെമിനിസ്റ്റുകൾ. അപ്പോൾ അതുപോലെ സ്വാസിക ഇഷ്ടംപോലെ കാര്യത്തിൽ വിവാദ നായികയായിട്ട് വന്നതാണ്. പിന്നെ ഇവരുടെ ഒരു ചതുരംഗം എന്ന് പറഞ്ഞൊരു സിനിമ ഇറങ്ങിയതിന് പിന്നാലെയാണ് ഇവർ കുറച്ചുകൂടെ ഫേമസ് ആയത്. അതിൽ കുറച്ച് ഇൻറ്റിമേറ്റ് സീനുകളൊക്കെ ഉണ്ടായിരുന്നു ചതുരംഗത്തിൽ. അലൻസിയർ ആയിരുന്നു അതിൽ നായകനായിട്ട് അഭിനയിച്ചത്. പിന്നെ മറ്റേ റോഷൻ എന്ന് പറയുന്ന ഒരാൾ വേറൊരു നായകനായിരുന്നു. അങ്ങനെയാണ് ആ സിനിമ മുന്നോട്ട് പോകുന്നത്. അപ്പോൾ സ്വാസികയെക്കുറിച്ച് ഇങ്ങനെ അധിക്ഷേപം പറഞ്ഞ ഈ നടി പറയുന്ന വാക്കുകൾക്ക് എന്ത് വിലയാണുള്ളത് എന്നാണ് ചോദിക്കുക. കാരണം ഇവർ പറയുന്നതെല്ലാം പരസ്പര വിരുദ്ധമായിട്ടുള്ള കാര്യങ്ങളാണ്. ഇവർ ആദ്യം പറയും അയാളെന്നെ പീഡിപ്പിച്ചു എന്ന് പറയും. എന്നിട്ട് പിന്നെ അവർ പറയും എൻ്റെ കൊച്ചിന് അയാൾ പൈസ തന്നില്ല എന്ന് പറയും. പീഡിപ്പിച്ച ആളാണെങ്കിൽ പിന്നെ നിങ്ങൾ ഇതിനെ പൈസ ചോദിക്കുന്നത്. തെളിവുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ പറയും തെളിവുണ്ടെന്ന് പറയും. പിന്നെ ചോദിക്കുമ്പോൾ പറയും എൻ്റെ തെളിവില്ല അയാൾ തെളിയിക്കട്ടെ എന്ന് പറയും. പിന്നെ ഇവരെ എന്താ പറയുക, ഓരോ കാര്യങ്ങൾ ഇവരോട് ചോദിക്കുമ്പോൾ ഇവർ ഒരു സമയം പറയുന്നതല്ല വേറൊരു സമയം പറയുന്നത്. ഇപ്പോൾ സ്വാസികയുടെ മണ്ടയ്ക്കിട്ട് കയറുകയാണ്. എന്തായിരുന്നാലും നോക്കാം. ശരി.